നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊടും ചൂടിനിടെ ആശ്വാസമായി പലയിടത്തും മഴ. കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിൽ ചില ഭാഗങ്ങളിൽ ചൊവ്വാഴ്ച മഴ പെയ്തിരുന്നു. ഇടുക്കി ദേവികുളത്ത് മഴയ്ക്കൊപ്പം തന്നെ ആലിപ്പഴ വർഷവും ഉണ്ടായി. ശക്തമായ കാറ്റിനെ തുടർന്ന് കോഴിക്കോട് പന്തീരങ്കാവിൽ മരങ്ങൾ കടപുഴകി വീഴുകയും ഓഫീസ് കെട്ടിടങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ബുധനാഴ്ച കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം വരെ കനത്ത ചൂടിലായിരുന്നു ഇടുക്കി ജില്ല. മൂന്നാറിൽ അൾട്രാ വയലറ്റ് സൂചിക 8 രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ വൈകുന്നേരത്തോടുകൂടി സാഹചര്യങ്ങൾ മാറിമറിഞ്ഞു. മൂന്നാറിനടുത്തുള്ള ദേവികുളത്ത് അതിശക്തമായ മഴയ്ക്കൊപ്പം തന്നെ ആലിപ്പഴവും പെയ്തു. 20, 21 തീയതികളിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം മറ്റു ജില്ലകളിൽ കനത്ത ചൂട് തുടരുകയാണ്. എന്താണ് ആലിപ്പഴ വർഷം? ഭൂമിയിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന ചൂടേറിയ നീരാവി പെട്ടെന്ന് തണുക്കുമ്പോൾ രൂപം കൊള്ളുന്ന ഐസ് രൂപമാണ് ആലിപ്പഴം. ചൂടേറിയ നീരാവി ഭൂമിയിൽ നിന്ന് 1 മുതൽ 2 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോൾ മുകളിൽ നിന്നും താഴേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന തണുത്ത വായുവുമായി സമ്പർക്കത്തിലേർപ്പെടുകയും വളരെ പെട്ടെന്ന് തണുത്ത് ചെറിയ ഐസ് കട്ടകളായി മാറുകയും ചെയ്യുന്നു. ഈ പ്രക്രിയ തുടരുമ്പോൾ ഐസ് കട്ടകളുടെ വലിപ്പവും ഭാരവും കൂടുകയും അത് താഴോട്ട് പതിക്കുകയും ചെയ്യും. പല വലുപ്പത്തിലായി കാണപ്പെടുന്ന ആലിപ്പഴം പൊതുവെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഭൂമിയിൽ പതിക്കുന്നത്. ഗോളാകൃതിയിൽ നിന്ന് ഉരുകി വരുന്നതിനാൽ അതിന് കൃത്യമായ ആകൃതിയും ഉണ്ടാവാറില്ല. ആലിപ്പഴം വൻതോതിൽ ഭൂമിയിലേക്ക് പതിക്കുന്നത് പലപ്പോഴും കൃഷിനഷ്ടങ്ങൾ ഉണ്ടാക്കാറുണ്ട്. 1986 ഏകദേശം 1 കിലോഗ്രാം വീതം ഭാരമുള്ള ആലിപ്പഴം പെയ്ത് ബംഗ്ലാദേശിലെ ഗോപാൽഗഞ്ച് ജില്ലയിൽ 92 പേരാണ് മരിച്ചത്. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ഭാരമേറിയ ആലിപ്പഴ വീഴ്ചയായിരുന്നു ഇത്. എന്തായാലും അതിനുശേഷം പിന്നെ ഇതുവരെയും അങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വളരെ ചെറിയ രീതിയിലുള്ള വെയിറ്റ് കുറഞ്ഞതുമായിട്ടുള്ള ആലിപ്പഴങ്ങളാണ് വീണിട്ടുള്ളത്. തിരുവനന്തപുരത്ത് ഇതുവരെ അങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ അരങ്ങേറിയിട്ടില്ല എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ കേരളത്തിലെ പല ജില്ലകളിലും സമാനമായ രീതിയിലുള്ള ആലിപ്പഴങ്ങൾ വീഴുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. സംസ്ഥാനത്ത് പൊതുവെ ചൂട് ആണ്. ഇപ്പോൾ ഈ ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിക്കുന്ന ജാഗ്രത നിർദ്ദേശങ്ങൾ ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യാതാപം, നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ആയതിനാൽ പൊതുജനങ്ങൾ താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ്. പകൽ 11 മുതൽ 3 വരെ ഉള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക. ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരുക. പരമാവധി ശുദ്ധജലം കുടിക്കുക. നിർജ്ജലീകരണം ഉണ്ടാകുന്ന മദ്യം, കാപ്പി, ചായ, കാർബോഹൈഡ്രേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് തുടങ്ങിയ പാനീയങ്ങൾ പകൽ സമയത്ത് ഒഴിവാക്കുക. അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. കത്തുന്ന വേനൽച്ചൂടിൽ ബംഗളൂരു നഗരത്തിന് ആശ്വാസമായി കനത്ത പ്രീ മൺസൂൺ മഴ. ചൊവ്വാഴ്ച വൈകുന്നേരത്തോടുകൂടി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴ പെയ്തു. വടക്കൻ ബംഗളൂരിലെ പലയിടങ്ങളിലും 15 മിനിറ്റോളം നീണ്ടുനിന്ന ശക്തമായ ആലിപ്പഴ വർഷമാണ് ഉണ്ടായത്. യലഹങ്ക, ദേവഹള്ളി, സഞ്ജയ് നഗർ, ലോട്ടെഗോളഹള്ളി, RNV, അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റേജ്, BEL റോഡ്, വിദ്യാരണ്യപുര തുടങ്ങിയ ഇടങ്ങളിലാണ് ആലിപ്പഴം പെയ്തത്. റോഡുകളിലും വീടിന്റെ മേൽക്കൂരകളിലും ഐസ് കട്ടകൾ വീണ് കിടക്കുന്നത് വടക്കൻ ബാംഗ്ലൂരിനെ ഒരു മിനി കാശ്മീർ പോലെയാക്കി തീർത്തിട്ടുണ്ട്. മാർച്ച് മാസത്തിലെ കഠിനമായ ചൂടിൽ വലയുന്ന നഗരവാസികൾക്ക് ഈ മഴ വലിയ ആശ്വാസമാണ് നൽകിയത്. അന്തരീക്ഷത്തിലെ ചൂടും ഈർപ്പവും കലർന്ന കാറ്റും ചേർന്നാണ് ഇത്തരത്തിലുള്ള പെട്ടെന്നുള്ള മേഘരൂപീകരണത്തിന് കാരണമായത് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത്. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ 11 ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴ ലഭിക്കും. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 കിലോമീറ്റർ വരെ 40 കിലോമീറ്റർ വരെ വേഗത്തിലും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് അറിയിപ്പുണ്ട്. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ഉപകരണ വിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിച്ചിട്ടുണ്ട്. ആയതിനാൽ പൊതുജനങ്ങൾ താഴെ പറയുന്ന മുൻകരുതലുകൾ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ്. ഇടിമിന്നൽ അപ്പോഴും ദൃശ്യമാകണമെന്നില്ല. എന്തായാലും റിപ്പോർട്ടുകൾ അതുപോലെ തന്നെ ജാഗ്രത നിർദ്ദേശങ്ങൾ കൃത്യമായി തന്നെ പാലിക്കുക.